ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പം നമ്മൾ ട്രേസർ എക്സാമിന്റെ ഭാഗമായിട്ടുള്ള ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ റിവിഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇനിയൊരു ഒന്ന് രണ്ട് ദിവസം മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഇറിഗേഷൻ, അതുപോലെ നമ്മുടെ റെയിൽവേ എഞ്ചിനീയറിംഗ് ഒക്കെയുള്ള ആ ഒരു ടോപ്പിക്സിൽ നിന്നൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്താണ്. ഇനി നിങ്ങൾ അധികം നമ്മൾ ഒരു ഒന്ന് രണ്ട് മാർക്കൊക്കെ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ പറയുന്ന ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ്. അപ്പൊ നമുക്ക് മൊത്തമായിട്ട് ആ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിന്റെ അകത്ത് 8 മാർക്കാണ് ഉള്ളത്. സോ അതിൽ ഏകദേശം ഒരു 2 മാർക്സിനൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതിന്റെ അകത്ത് തന്നെ നമ്മൾ മെയിൻലി ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ആ ഒരു ഏരിയയിൽ ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ള ഒക്കെ കുറച്ച് നമ്മുടെ കേരള PSCയിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും, അതുപോലെ ഇനി കുറച്ച് റെലവൻസ് ഉണ്ട് എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ അകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കടക്കാം. നമ്മൾ ബ്രിഡ്ജിന്റെ അകത്ത് മെയിൻലി കോമ്പണന്റ് പാർട്സ് ഓഫ് ബ്രിഡ്ജ്, അതുപോലെ ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിഡ്ജ്, അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ആ ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷനിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷനും, അതുപോലെ ആ ഒരു പിയർ സ്ട്രക്ചറിന്റെ അതൊക്കെ വരുന്ന പല ഭാഗങ്ങള്, അതുപോലെ തന്നെ നമ്മുടെ കൾവേർഡ്സ് ഒക്കെ അല്ലെ. സോ മെയിൻലി നമ്മുടെ ബ്രിഡ്ജിന്റെ അകത്ത് നമ്മൾ ആ ഒരു സിലബസ് നോക്കുകയാണെങ്കിൽ യൂഷ്വലി മിക്ക എക്സാമുകൾക്ക് നമ്മുടെ ഈ ഒരു എക്സാമിന് വരെ ആ ഒരു സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഏരിയാസ് ഇതൊക്കെയാണ്. അപ്പൊ നമുക്ക് നേരെ ഇനീഷ്യലി ഈ പറയുന്ന നമ്മുടെ കോമ്പണന്റ് പാർട്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിൽ വരുന്ന ബാക്കിയുള്ള ആ ടോപ്പിക്സ് ഒക്കെ ഒന്ന് ടച്ച് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് കോമ്പണന്റ് പാർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മുടെ കേരള PSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഇതിന്റെ ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസ് നമ്മുടെ കേരള PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ സൈഡിലൊക്കെയുള്ള കുറച്ചാണ്, അതായത് അതിന്റെ കൂടെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ അവർ സെറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെ ആ ഒരു ഏരിയ നമുക്ക് ക്വസ്റ്റ്യൻ എഴുതണമെന്ന് ചോദിക്കുകയാണെങ്കിൽ, പുതിയ ക്വസ്റ്റ്യൻസ് എഴുതണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്ന ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് പാർട്ട് ഓഫ് എ ബ്രിഡ്ജ് സൂപ്പർ സ്ട്രക്ചർ ആണ് അല്ലെ. അപ്പൊ നമ്മൾ ആ ഒരു ബ്രിഡ്ജ് സ്ട്രക്ചറിന്റെ കേസല്ല, ബ്രിഡ്ജിന്റെ സൂപ്പർ സ്ട്രക്ചറിന്റെ ഭാഗമല്ലാത്ത ആ ഒരു ഘടകം ഇതിന്റെ അകത്ത് ഏതാണെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. പിയർ ആണോ, ഡെക്ക് സ്ലാബ് ആണോ, ഗിർഡർ ആണോ, അതോ സ്ലാബ് ആണോ എന്നുള്ളത് അല്ലെ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ അറിയുന്നതിന് മുന്നേ, ഇത് അറിയണമെങ്കിൽ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ടുള്ള നമ്മൾ ആ ഒരു സൂപ്പർ സ്ട്രക്ചറും അതുപോലെ സബ് സ്ട്രക്ചറിന് ഡിഫറെന്റ് പാർട്സ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം അല്ലെ. സോ ആദ്യം തന്നെ നമുക്ക് ആ ഒരു പാർട്സിന്റെ ആ ഒരു ഡയഗ്രത്തിലേക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. അപ്പൊ ഇവിടെ ഇവിടെ ആ ഒരു നമ്മൾ നല്ല വിശദമായിട്ടൊരു എലിവേഷൻ അല്ലെ, ഒരു ബ്രിഡ്ജിന്റെ ഒരു എലിവേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്ന അവിടെ നമ്പർ ഇട്ട് കാണിച്ചിട്ടുള്ള പാർട്ടുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ക്വസ്റ്റിലേക്ക് തിരിച്ചു പോവാം. ഇവിടെ നമ്മൾ യൂഷ്വലി പറയുന്നത് അല്ലേ, ഈ ഒരു നമ്മുടെ ഗ്രൗണ്ട് ലെവൽ എന്ന് പറയുന്നത് അല്ലെ, ഗ്രൗണ്ട് സർഫസ് അവിടെയാണ്. അതുകൊണ്ട് അതിന്റെ താഴോട്ടേക്ക് നമ്മൾ പറയുന്ന ആ ഒരു എലമെന്റ്സ് അത് നമ്മൾ സബ്സ്ട്രക്ചർ ആണെന്ന് പറയുന്നു. അതുപോലെ ഈ പറയുന്ന ഇതിന്റെ മേളിലോട്ടേക്ക് വരുന്ന ആ എലമെന്റ്സിനെ നമ്മൾ സൂപ്പർ സ്ട്രക്ചർ ആണെന്നാണ് പറയുന്നത് അല്ലെ. സൂപ്പർ സ്ട്രക്ചർ ആണ് ഇത് സൂപ്പർ സ്ട്രക്ചർ ആണ്. അതുപോലെ താഴെയുള്ള ഈ എലമെന്റ്സിനെയാണ് നമ്മൾ സബ്സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലെ. സോ ഇതാണ് നമ്മൾ പറയുന്ന സബ്സ്ട്രക്ചർ. അപ്പൊ ഇവിടെ ഫസ്റ്റ് പാർട്ട് അല്ലെ, ഫസ്റ്റ് നമ്പർ ഇട്ടിട്ടുള്ളത് ആ ഒരു എൻഡ് സപ്പോർട്ട് ആണ്. ഈ എൻഡ് സപ്പോർട്ട് ഓഫ് ദ ബ്രിഡ്ജ്, അല്ലെങ്കിൽ ആ ഒരു എൻഡ് സപ്പോർട്ടിനെയാണ് നമ്മൾ ഈ രണ്ട് സൈഡിലുള്ള എൻഡ് സപ്പോർട്ടിൽ അതിനെയാണ് നമ്മൾ എബട്ട്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. ഫസ്റ്റ് നമ്മൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു പുതിയൊരു പേജും കൂടി അപ്പുറത്ത് ഓപ്പൺ ചെയ്യാം അല്ലെ. സോ ഫസ്റ്റ് നമ്പർ 1 എന്ന് പറയുന്നത് നമ്മൾ എബട്ട്മെന്റ് ആണ്. സോ നമ്പർ 1 ഈസ് എബട്ട്മെന്റ്സ്. അതുപോലെ നമ്പർ 2 അവിടെ കാണിച്ചിരിക്കുന്നത് ഏതാണ്? നമ്പർ 2 എന്ന് പറയുന്നത് ഇതാണ് അല്ലെ. സോ 2 എന്ന് പറയുന്ന നമ്പർ ഇതാണ്. അത് പിയർ ആണ് അല്ലെ. സോ പിയർ എന്ന് പറയുന്നത്? ഇന്റർമീഡിയറ്റ് സപ്പോർട്ടുകളെയാണ് നമ്മൾ പിയർ എന്ന് പറയുന്നത് അല്ലെ. സോ സെക്കൻഡ് എന്ന് പറയുന്നത് പിയർ ആണ്. സോ ഇന്റർമീഡിയറ്റ് സപ്പോർട്ടുകളെയാണ് നമ്മൾ പിയറുകൾ എന്ന് പറയുന്നത്. അതുപോലെ 3 ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഈ ഫൗണ്ടേഷൻ ആണ് അല്ലെ. സോ 3 എന്ന് പറയുന്ന എലമെന്റ് ഇവിടെ ഫൗണ്ടേഷൻ ആണ്. സോ ഫൗണ്ടേഷന്റെ അകത്ത് അല്ലെ നമ്മൾ കേസൺസ് ആവാം, കോഫർ ഇടാം അല്ല, കേസൺസ്, അതുപോലെ വെൽ ഫൗണ്ടേഷൻ, അല്ലെങ്കിൽ നമ്മുടെ പൈൽ ഫൗണ്ടേഷൻ, സ്പ്രെഡ് ഫൗണ്ടേഷൻ, അങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ അല്ലെ. സോ അതാണ് നമ്മൾ യൂഷ്വലി കൊടുക്കുന്ന ഒരു ഫൗണ്ടേഷൻ അല്ലെ. സോ നമ്പർ 3 എന്ന് പറയുന്നത് ബേസ്ഡ് അപ്പോൺ ദ സൈറ്റ് കണ്ടീഷൻ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഫൗണ്ടേഷനിലും ഡിഫറൻസ് ഉണ്ടാവും അല്ലെ. സോ ജസ്റ്റ് 3 ഞാൻ പറയുകയാണ്, ഫൗണ്ടേഷൻ ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ആ ഫൗണ്ടേഷൻ ഡിഫർ ഫോർ വേരിയസ് ബ്രിഡ്ജ്. ഇനി നാലാമത്തത് ഇവിടെ കാണിച്ചിട്ടുള്ളത് നമ്മൾ ആ ഒരു പ്രൊട്ടക്റ്റീവ് വർക്ക് അല്ലെ. അതായത് നമ്മുടെ
റിവറിന്റെ ആ ഒരു ഒഴുക്ക്, നമ്മുടെ ആ ഒരു റിവറിന്റെ ഇറോസീവ് ആക്ഷൻ കാരണം എന്താണ് ഈ എംബാങ്ക്മെന്റ്സിന്റെ സൈഡിൽ നോക്കി എന്താണ് സോയില് അതിന്റെ കൂടെ ആ ഒരു ഒഴുക്ക് അവിടെ നിന്ന് ഇറോഡ് ചെയ്ത് കൊണ്ടാണ് ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ എബട്ട്മെന്റ്സിനൊക്കെ എന്താണ് അവിടെ ഒരു സേഫ്റ്റി അല്ലെ, ഒരു എന്താണ് അവിടെ ഒരു സ്റ്റെബിലിറ്റി ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട് ഈ എംബാങ്ക്മെന്റ് ഒക്കെ ഒഴുകി പോവുകയാണെങ്കിൽ. അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രൊട്ടക്റ്റീവ് വർക്കാണ് നമ്മൾ വിങ് വാൾസ് എന്ന് പറയുന്നത് അല്ലെ. സോ 4 നമ്പർ 4 വിങ് വാൾ ആണ്. നമ്പർ 4 എന്ന് പറയുന്നത് വിങ് വാൾ ആണ് അല്ലെ. ഇനി നമ്പർ 5 എന്താണ് ഇവിടെ കാണിച്ചത്? നമ്പർ 5 എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ അപ്രോച്ച് റോഡാണ്. അതായത് നമ്മുടെ എന്താണ് ആ ഒരു ലാൻഡിൽ നിന്ന് ആ ബ്രിഡ്ജിലേക്ക് ചെറിയ എന്തെങ്കിലും എലിവേഷൻ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവാൻ ചിലപ്പോൾ അല്ലെ. സോ അതിനെ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ് ആ ഒരു ലാൻഡിനെ എന്താണ് നമ്മുടെ ബ്രിഡ്ജിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഒരു കണക്ഷൻ അല്ലെ, അതാണ് നമ്മൾ അപ്രോച്ചസ് അല്ലെങ്കിൽ അപ്രോച്ച് റോഡ് എന്ന് പറയാറ് അല്ലെ. സോ നമ്പർ 5 എന്ന് പറയുന്നത് അപ്രോച്ച് ആണ്, അപ്രോച്ചസ് അല്ലെങ്കിൽ എന്താണ് അപ്രോച്ച് റോഡുകളാണ്. അതുപോലെ നമ്പർ 6 ഇവിടെ, നമ്പർ 6 ഇവിടെയാണ് അല്ലെ. സോ അതെന്താണ് നമ്പർ 6 എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഇഫക്റ്റീവ് സ്പാൻ ആണ് അല്ലെ. സോ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പിയേഴ്സിനൊക്കെയാണ് നമ്മുടെ എന്താണ് ഇഫക്റ്റീവ് സ്പാൻ എന്ന് പറയാറ് അല്ലെ. നമ്പർ 6 ഈസ് ഇഫക്റ്റീവ് സ്പാൻ. സോ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പിയറിനെയാണ് അല്ലെ, അതിനെയാണ് നമ്മൾ ഇഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത്. അതുപോലെ എബട്ട്മെന്റ് ടു എബട്ട്മെന്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ടോട്ടൽ സ്പാൻ എന്നൊക്കെ പറയാറ് അല്ലെ. സോ ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി നമ്പർ 7 എന്ന് പറയുന്നത് എന്താണ്? നമ്പർ 7 എഗെയിൻ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്താണ് ആ റിവറിന്റെ താഴെ, ആ റിവറിന്റെ അല്ല ബ്രിഡ്ജിന്റെ താഴെ അല്ലെ, റിവറിന്റെ ആ ഒരു അടിത്തട്ടില്, ബ്രിഡ്ജിന്റെ താഴെ ആ റിവറിന്റെ അടിത്തട്ടിൽ എന്താ ഉണ്ടാവുക? നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ഒരു റിവറിന്റെ ഇറോസീവ് ആക്ഷൻ സ്കൗറിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് ഉണ്ട് അല്ലെ. സോ ആ സ്കൗറിങ്ങിനെ പ്രതിരോധിക്കാൻ, അത് അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ മെറ്റീരിയൽ ഇറോഡ് ചെയ്ത് പോവുകയാണെങ്കിൽ എഗെയിൻ നമ്മുടെ ഫൗണ്ടേഷൻ ഒക്കെ ചിലപ്പോൾ വെളിയിൽ ആവുന്ന സിറ്റുവേഷൻ വരും അല്ലെ. സോ അതുകൊണ്ട് അത് എഗെയിൻ അൺസ്റ്റെബിലിറ്റി ഉണ്ടാക്കും. സോ അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു ബ്രിഡ്ജിന്റെ താഴെ എന്താണ് നമ്മൾ ഒരു മേസൺട്രി ഓർ കോൺക്രീറ്റ് വർക്ക് ചെയ്യുന്നു അല്ലെ. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഏപ്രൺ എന്ന് പറയുന്നത്. സോ അതാണ് നമ്മൾ ഏപ്രൺസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചില റിവർ ബാങ്കുകളിൽ നമ്മൾ ഈ പറയുന്ന പോലെ ആ ഒരു പ്രൊട്ടക്റ്റീവ് വർക്ക് കൊടുക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ മേസൺട്രി ഓർ എന്താണ് നമ്മൾ സ്റ്റോൺ പിച്ചിങ്ങോ അല്ലെങ്കിൽ അതൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾ റിവെറ്റ്മെന്റ് എന്നാണ് പറയുന്നത് അല്ലെ. REVETMENTS അല്ലെ. സോ റിവെറ്റ്മെന്റ്സ് നമ്മൾ അവിടെ പറയുന്നു. അത് ഈ ഫിഗറില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ എഴുതുന്നില്ല അല്ലെ. സോ അത് റിവർ ബാങ്കിൽ കൊടുക്കുന്ന ഒരു വർക്കാണ് യൂഷ്വലി നമ്മൾ റിവെറ്റ്മെന്റ് വരാറ്. അതുപോലെ എന്താണ് ബ്രിഡ്ജിന്റെ നേരെ താഴെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു വർക്കിനാണ് നമ്മൾ ഏപ്രൺ. അത് നമ്മൾ വിയേഴ്സിന്റെ കേസിൽ, ഇറിഗേഷന്റെ കേസിലും പഠിച്ചാൽ നമ്മൾ പൊതുവെ വിയറിന്റെ ഒക്കെ കേസിൽ നമ്മളല്ലേ ആ ഒരു സൈഡിൽ കൊടുക്കുന്നത്, അതിന്റെ നെക്സ്റ്റ് എന്താണ് അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം അല്ലെ, ആ ഒരു സർഫസ് നമ്മൾ ഏപ്രൺസ് ആണ് പറയാറ് അല്ലെ. സോ അതാണ് നമ്പർ 7. ഇനി ഇവിടെ നമ്പർ 8 എന്താണ്? നമ്പർ 8 അല്ലെ. നമ്പർ 8 ജസ്റ്റ് എന്താണ് അത് കണ്ടാൽ തന്നെ അറിയാം എന്താണ് പ്രൊട്ടക്റ്റീവ് വാൾസ് ആണല്ലേ, പാരപ്പറ്റ് വാൾസ് ഒക്കെയാണ് അല്ലെ. സോ അതെന്താണ് പ്രൊട്ടക്റ്റീവ് വാൾസ് ആണ്. സോ 8 ഈസ് പാരപ്പറ്റ് വാൾസ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് വാൾസ് നോക്കി ചെയ്താൽ അല്ലെ. സോ പാരപ്പറ്റ് വാൾസ് അല്ലെ. സോ അതാണ് നമ്മൾ പറഞ്ഞ നമ്പർ 8. ഇനി നമ്പർ 9 എന്താണ്? നമ്പർ 9 ബേസിക്കലി ഈ പറഞ്ഞ കണക്ഷൻ ആണ് അല്ലെ. സോ നമ്പർ 9 എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന സബ്സ്ട്രക്ചറിന്റെ അകത്ത് വരുന്ന, സൂപ്പർ സ്ട്രക്ചറിന്റെ അകത്ത് വരുന്ന ആ ഡിഫ്ലക്ഷൻസ്, അതല്ലെങ്കിൽ എന്താണ് റൊട്ടേഷൻ ഒക്കെ എന്താണ് ഒരു ബ്രിഡ്ജിന് കോട്ടം തട്ടാതെ താഴോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു കണക്ഷൻ, അതിന് നമ്മൾ എന്ത് പറയുന്നു? ബിയറിങ്സ് ആണ്. സോ നമ്പർ 9 എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞത് ബിയറിങ്ങുകളാണ്. സോ നമ്പർ 9 ഈസ് കോൾഡ് ബിയറിങ്സ് അല്ലെ. അതുപോലെ തന്നെ ഇനി എന്താണ് നമ്പർ 9 പറഞ്ഞു? 10 എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് ക്ലിയറൻസ് ആണ്. സോ നമ്പർ 10 എന്ന് പറയുന്നത് ക്ലിയറൻസ് എന്നാണ് പറയുന്നത്. എന്താണ്? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി 2 പോയിന്റ്സ് ആണ് അല്ലെ. സോ നമ്പർ 10 എന്ന് പറയുന്നത് ക്ലിയറൻസ്, ഹൊറിസോണ്ടൽ ക്ലിയറൻസ് ആണ്. അതുപോലെ എന്താണ് നമ്പർ 10 കഴിഞ്ഞു, നമ്പർ എന്താണ് നെക്സ്റ്റ് അല്ലെ. സോ നമ്പർ ഇവിടെ നെക്സ്റ്റ് കാണുന്ന നമ്പർ നമുക്ക് എന്താണ് 11 അവിടെ കാണുന്നില്ല അല്ലെ. സോ പോട്ടെ. സോ 12 എന്ന് പറയുന്നത് എന്താണ്? 12 എന്ന് പറയുന്ന സാധനം എന്താണ്? 12 എന്ന് പറയുന്നത് ആ ഒരു എന്താണ് നമ്മുടെ HFL അല്ലെ, ആ ടോപ്പ് മോസ്റ്റ് ലൈനിന് നമ്മൾ എന്താണ് ഹൈ ഫ്ലഡ് ലെവൽ എന്നാണ് പറയുന്നത്. ആ ഹൈ ഫ്ലഡ് ലൈൻ നമ്മുടെ ബ്രിഡ്ജിന്റെ അണ്ടർ സൈഡ് നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ്, അത് എന്താണ് നമ്മൾ പറയുന്നത്? ഫ്രീ ബോർഡ് ആണ് അല്ലെ. സോ ഫ്രീ ബോർഡ് ആണ് ഈ പറയുന്ന നമ്മൾ പറഞ്ഞ ആ ഒരു ഡിസ്റ്റൻസ്. അതുപോലെ എന്താണ് 13 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ HFL ആണ് റൈറ്റ്, അതായത് ഹൈ ഫ്ലഡ് ലെവൽ. അതായത് എന്താണ് നമ്മൾ ഒരു ഫ്ലഡിന്റെ സമയത്ത് ഉണ്ടാവുന്ന മാക്സിമം ലെവൽ ഓഫ് വാട്ടറിനെയാണ് നമ്മൾ HFL അല്ലെങ്കിൽ ഹൈ ഫ്ലഡ് ലെവൽ എന്നൊക്കെ പറയുന്നത് അല്ലെ. ഹൈ ഫ്ലഡ് ലൈൻ അല്ലെങ്കിൽ ഹൈ ഫ്ലഡ് ലെവൽ എന്നൊക്കെ നമ്മൾ പറയുന്നത് അല്ലെ. സോ ഇത്രയാണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ള ആ ഒരു കോമ്പണന്റ് പാർട്സ് ഓഫ് ദ ബ്രിഡ്ജ്. ഞാൻ ജസ്റ്റ് ഈ പറഞ്ഞ എന്താണ് ആ ഒരു ഡ്രോയിങ്സ് ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് എറേസ് ചെയ്യാണ്. നിങ്ങൾക്ക് പിന്നെ ജസ്റ്റ് ആ നമ്പർ ഒക്കെ നോക്കിയിട്ട് അല്ലെ, സോ ആ നമ്പർ ഒക്കെ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആ ഒരു ഡയഗ്രാം ഒന്ന് എറേസ് ചെയ്യാണ്. ഇനി എന്താണ് ഇവിടെ അല്ലെ. അപ്പൊ ഇനി ഈ ക്വസ്റ്റിനിലേക്ക് വരാം. എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ ബ്രിഡ്ജ് സൂപ്പർ സ്ട്രക്ചർ അല്ലെ. സോ അപ്പൊ നമുക്കറിയാം എന്താണ് നമ്മുടെ പിയർ, അതുപോലെ എന്താണ് ഡക്ക് സ്ലാബ്, ഗിർഡർ, അതുപോലെ സ്ലാബ് അവിടെ കൊടുക്കുന്നില്ല. ഗിർഡർ മെയിൻലി എന്താണ്? ഗിർഡർ നമ്മൾ പറയുന്നല്ലേ ഐ സെക്ഷൻസ് ഒക്കെയാണ്. അതായത്
നമ്മുടെ ബ്രിഡ്ജിന്റെ താഴെ അല്ലെ. സോ ബ്രിഡ്ജിന്റെ എന്താണ് ആ സൂപ്പർ സ്ട്രക്ചറിൽ നിന്ന് ലോഡ് നമ്മുടെ ബിയറിംഗ്സ് വഴി നമ്മുടെ പിയേഴ്സിലേക്കോ എബട്ട്മെന്റ്സിലേക്കോ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ ബീംസ് ആണ് നമ്മൾ ഗിർഡേഴ്സ് എന്ന് പറയാറ് അല്ലെ. സോ അതും കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. അതുകൊണ്ട് ഇവിടെ എന്താണ് ഈ പറഞ്ഞ ഗിർഡറും അതുപോലെ ഡെക് സ്ലാബ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സൂപ്പർ സ്ട്രക്ചറിൽ വരുന്ന കാര്യമാണ് അല്ലെ. അതായത് നമ്മൾ പറഞ്ഞ ആ ഒരു ലെവലിന്റെ മേളിൽ വരുന്ന അല്ലെങ്കിൽ എന്താണ് ആ മേളിൽ വരുന്ന ഘടകങ്ങളാണ് ഈ പറയുന്ന ഗിർഡർ, ഡെക് സ്ലാബും അതുപോലെ തന്നെ സ്ലാബുകളും. പക്ഷെ ഇവിടെ സബ് സ്ട്രക്ചർ ആയിട്ട് വരുന്ന ഒരു കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞ നോട്ട് എ പാർട്ട് ഓഫ് ബ്രിഡ്ജ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചത് അല്ലെ. അതിന്റെ ആൻസർ അപ്പൊ എന്താണ്? അത് നമ്മൾ പറഞ്ഞ ബ്രിഡ്ജ് പിയർ ആണ് അല്ലെ. സോ ബ്രിഡ്ജ് പിയർ ആണ് ഇവിടെ എന്താണ് നോട്ട് എ പാർട്ട് ഓഫ് എ ബ്രിഡ്ജ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്ന അതിന്റെ ആൻസർ. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ കോമ്പണന്റ് പാർട്സ് ഒക്കെ നല്ല വൃത്തിയായിട്ടൊന്ന് ഓർത്ത് വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇതിനകത്ത് പല ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിന് മുന്നേ ഒക്കെയുള്ള എക്സാമുകൾക്ക് വന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കാം. എന്താണ് അപ്സ്ട്രീം നോസ് ഓഫ്, ഇത് ഒരു കേരള PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താണ് അപ്സ്ട്രീം നോസ് ഓഫ് എ ബ്രിഡ്ജ് പിയർ ഷേപ്ഡ് ഫോർ ഈസി ആൻഡ് സ്മൂത്ത് ഫ്ലോ ഓഫ് വാട്ടർ. അപ്പൊ നമ്മൾ പിയർ പറഞ്ഞു അല്ലെ. ആ ഒരു എന്താണ് നമ്മുടെ ഇന്റർമീഡിയറ്റ് സപ്പോർട്ടാണ് നമ്മൾ പിയർ പറഞ്ഞു അല്ലെ. ഇനി അതിന്റെ ഒരു എന്താണ് നമ്മൾ പ്ലാൻ വരക്കുകയാണെങ്കിൽ യൂഷ്വലി അതിന്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ബ്രിഡ്ജ് രണ്ട് സൈഡിലും എന്താണ് എബട്ട്മെന്റ്സ് ഉണ്ട്. ഈ രണ്ട് സൈഡിലും എബട്ട്മെന്റ്സ് ആണ് അല്ലെ. അതിന്റെ നടുവിൽ ഞാനൊരു പിയർ കൊടുക്കുകയാണ്. റിവറിന്റെ ഫ്ലോ ഇങ്ങനെയാണ്. സോ ദിസ് ഈസ് ദ റിവർ ഫ്ലോ അല്ലെ. സോ യൂഷ്വലി നമ്മൾ ഇതിന്റെ ആ ഒരു പിയറിന്റെ ഒരു ഷേപ്പ് നമ്മൾ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അതായത് ഈ ഒരു രീതിയിൽ നമ്മൾ ബ്രിഡ്ജിന്റെ താഴോട്ടേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് ഈ അപ്സ്ട്രീം എൻഡ്. സോ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അതുകൊണ്ട് ഇത് അപ്സ്ട്രീമും അല്ലെ റിവർ ഫ്ലോ ഡയറക്ഷൻ ഇത് ഡൗൺ സ്ട്രീം അല്ലെ. സോ അതുകൊണ്ട് അപ്സ്ട്രീം എൻഡിൽ യൂഷ്വലി ഒരു ട്രയാങ്കുലാർ പോർഷൻ ആണ് ഉണ്ടാവുക. അതുപോലെ ഡൗൺ സ്ട്രീം എൻഡിൽ അതൊരു സെമി സർക്കുലർ ആയിട്ടാണ് യൂഷ്വലി ഉണ്ടാവാറ്. സോ ഇതിന്റെ ഒരു പർപ്പസ് എന്താണെന്ന് വെച്ചാൽ എന്താണ് ഈ പറഞ്ഞ ആ ഒരു നൈഫിന്റെ എഡ്ജ് പോലെ അല്ലെ. അതായത് രണ്ട് സൈഡിൽ ആ വാട്ടർ വരുന്ന എന്താണ് രണ്ട് സൈഡിലേക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ ഒരു വലിയ ഇമ്പാക്ട് നമ്മുടെ പിയറിലേക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് വാട്ടർ കട്ട് ചെയ്യാൻ വേണ്ടി അല്ലെ. അതുകൊണ്ട് അതിനെ പറയുന്ന ഒരു കട്ട് വാട്ടർ. ഇതാണ് നമ്മൾ പറഞ്ഞ കട്ട് വാട്ടർ. അത് അപ്സ്ട്രീം സൈഡിൽ കൊടുക്കുന്ന മേ ബി അങ്ങനെ ചോദിക്കാം അതിന്റെ ഒരു പ്രൊഫൈൽ എങ്ങനെയാണ് അല്ലെ. സോ യൂഷ്വലി നമ്മൾ ട്രയാങ്കുലർ പ്രൊഫൈലാണ് അവിടെ കൊടുക്കാറ്. സോ അത് നമ്മൾ കട്ട് വാട്ടർ എന്ന് പറയുന്നു. അതുപോലെ എന്താണ് ഡൗൺ സ്ട്രീം എൻഡിൽ എന്താണ് ആ ഒരു ടർബുലൻസ് ഒക്കെ ഇല്ലാത്ത രീതിയിൽ ആ വാട്ടറിനെ പുറത്തോട്ടേക്ക് വിടാം ബാക്ക് സൈഡിൽ അല്ലെ ഡൗൺ സ്ട്രീം സൈഡിലേക്ക് വിടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ഷേപ്പ് ഒരു സെമി സർക്കുലർ പ്രൊഫൈലാണ് നമ്മൾ ഡൗൺ സ്ട്രീം എൻഡിൽ കൊടുക്കാറ്. അതിനെ നമ്മൾ പറയുന്നത് എന്താണ് ഈസ് വാട്ടർ അല്ലെ. അതായത് വാട്ടറിനെ ഈസ് ചെയ്ത് ഒരു പ്രശ്നമൊന്നും ഇല്ലാതെ കൂളായിട്ട് കടത്തിവിടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഷേപ്പ്. സോ അതാണ് നമ്മൾ പറഞ്ഞ ഈസി വാട്ടർ അല്ല ഈസ് വാട്ടർ ആണ് അല്ലെ. സോ അത് ഡൗൺ സ്ട്രീം എൻഡിലാണ്. ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ് അപ്സ്ട്രീം നോസ് ഓഫ് എ ബ്രിഡ്ജ് പിയർ ആണ്. സോ അപ്സ്ട്രീം എൻഡിലാണ് ചോദിച്ചത്. അതെന്താണ് നമ്മൾ പറഞ്ഞു ഇപ്പം കട്ട് വാട്ടർ ആണ് അല്ലെ. സോ അപ്സ്ട്രീം എൻഡിൽ കട്ട് വാട്ടറും ഡൗൺ സ്ട്രീം എൻഡിൽ നമ്മൾ പറഞ്ഞ ഈസ് വാട്ടറുമാണ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യാറ് അല്ലെ. സോ ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 എന്താണ് സപ്പോർട്ട്സ് പ്രൊവൈഡഡ് ടു ദ സൂപ്പർ സ്ട്രക്ചർ ഓഫ് ദ ബ്രിഡ്ജ് at the abutment and piers allowing free longitudinal or angular movements to the main girder or trusses of the bridge. നമ്മൾ ഇപ്പൊ കണ്ടൊരു സാധനമാണ് അല്ലെ. അതായത് എന്താണ് ആ ഒരു ഗിർഡർ സെക്ഷൻസ് ഇങ്ങനെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പിയേഴ്സോ അല്ലെങ്കിൽ അബട്ട്മെന്റ്സ് ഒക്കെ താഴെയുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ഇടയിൽ കൊടുക്കുന്ന ആ കണക്ഷൻ അല്ലെ ആ ഒരു കണക്ഷൻ എന്താണെന്നാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ ഇപ്പൊ അത് പഠിച്ചതാണ് അല്ലെ. എന്താണ് ഫ്രീ ബോർഡ് എന്തായിരുന്നു റെയിലിംഗ് അല്ലെ. റെയിലിംഗ് ആദ്യം നമുക്ക് ആ ABCD ഓർഡർ തന്നെ വരാം. സോ റെയിലിംഗ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞ ആ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ട് പറയുന്ന ആ ഒരു സൈഡിൽ കൊടുക്കുന്ന ആ ഒരു അതിനെയാണ് നമ്മൾ റെയിലിംഗ്സ് എന്നൊക്കെ പറയാറ് അല്ലെ. ഫ്രീ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മൾ HF അല്ലെ ഹൈ ഫ്ലഡ് ലെവൽ മുതൽ നമ്മുടെ ബ്രിഡ്ജിന്റെ അണ്ടർ സൈഡ് വരെ ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്താണ് ഫ്രീ ബോർഡ് എന്ന് പറഞ്ഞത്. അതുപോലെ ക്ലിയറൻസ് നമുക്കറിയാം എന്താണ് രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ക്ലിയറൻസ് എന്ന് പറയുന്നത്. അതുപോലെ ബിയറിംഗ്സ് എന്താണ് ബിയറിംഗ്സ് ആണ് നമ്മൾ ഈ പറഞ്ഞ കാര്യം അല്ലെ. അതായത് എന്താണ് ആ ഒരു എന്താണ് നമ്മുടെ സൂപ്പർ സ്ട്രക്ചറിന്റെയും സബ് സ്ട്രക്ചറിന്റെ ഇടയിൽ നമ്മൾ കൊടുത്ത ആ ഒരു സാധനം അല്ലെ. അതായത് ഈ പറഞ്ഞ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിസ്പ്ലേസ്മെന്റ്സ് അതുപോലെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് റൊട്ടേഷൻ അല്ലെ. ആ ഒരു വെഹിക്കിൾ ട്രാഫിക്കിന്റെ ആ ഒരു ഡൈനാമിക് ആയിട്ട് വരുന്ന ലോഡുകളൊക്കെ ഒരു പ്രശ്നം കൂടാതെ എന്താണ് ക്രാക്കുകളോ ഡിഫ്ലക്ഷനോ ഒക്കെ ഈസിലി നമ്മുടെ പിയേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു മെക്കാനിസത്തിനെയാണ് നമ്മൾ ബിയറിങ്ങുകൾ എന്ന് പറയുന്നത് അല്ലെ. ഇനി ബിയറിങ്ങുകളും പലതരമുണ്ട് എന്നാണ്. യൂഷ്വലി നമ്മൾ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെന്റ് മാത്രമുള്ള ടൈപ്പ് ഓഫ് ഒരു കേസിലാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ബിയറിംഗ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി സ്ലൈഡിംഗ് പ്ലേറ്റ് ബിയറിംഗ് ആണ് അല്ലെ. അതുപോലെ എന്താണ് വെർട്ടിക്കൽ ഡയറക്ഷനിലാണ് ലോഡിങ് കൂടുതൽ വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻസ് അത് മാത്രമാണെങ്കിൽ നമ്മൾ അവിടെ പോർട്ട് ബിയറിംഗ് ആണ് കൊടുക്കാറ് അല്ലെ. അതുപോലെ എന്താണ് ആ ഒരു ഇലാസ്റ്റോമറിക് ബിയറിംഗ് നമ്മൾ പറയാറുണ്ട്. അതായത് നമ്മൾ റബ്ബറിന്റെയും അതുപോലെ എന്താണ് സ്റ്റീലിന്റെയും ഷീറ്റ്സ് അടുക്കി വെച്ചിട്ട് അല്ലെ ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു. അതായത് മൾട്ടി ഡയറക്ഷനിലായിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ്സും അതുപോലെ റൊട്ടേഷനും ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ യൂഷ്വലി കൊടുക്കുന്നത് നമ്മുടെ ഇലാസ്റ്റോമറിക് ബിയറിംഗ് ആണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. സോ അതുകൊണ്ട് ആ ഒരു കാര്യമൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക.
ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4 പോവാം. ഓക്കെ, ഇത് കൾവേർട്ട് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ ആണ് അല്ലെ. സോ കൾവേർട്ട് സ്യൂട്ടബിൾ ഇൻ ഹൈ ഡിസ്ചാർജ് ഏരിയാസ് ആൻഡ് ലോ ഡെബ്രി ഫ്ലോ ഏരിയ. അപ്പൊ നമ്മൾ കൾവേർട്ടുകൾ എന്താണെന്നുള്ള ഒരു ഐഡിയ നമുക്കുണ്ട് അല്ലെ. നമ്മൾ എന്താണ് റോഡിന്റെ ഒക്കെ കുറുകെ എന്താണ് ആ ഒരു ഡ്രെയിനേജ് ഫെസിലിറ്റിക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഓപ്പണിങ്ങിനെയാണ് നമ്മൾ കൾവേർട്ടുകൾ എന്ന് പറയാറ്, റൈറ്റ്. ഇനി ഈ കൾവേർട്ടുകൾ എന്താണ് യൂഷ്വലി സ്പാൻ ലെസ് ദാൻ 6, ബ്രിഡ്ജ് വിത്ത് സ്പാൻ ലെസ് ദാൻ 6 മീറ്റർ എന്ന് പറയുന്ന ആ ഒരു ക്ലാസിഫിക്കേഷനിലാണ് നമ്മൾ കൾവേർട്ടുകൾ എന്ന് പറയാറ് അല്ലെ. സ്പാൻ ഓഫ് എ കൾവേർട്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മാക്സിമം സ്പാൻ ഓഫ് എ കൾവേർട്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതെന്താണ് 6 മീറ്റേഴ്സ് ആണ്. അപ്പൊ നമ്മൾ യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കൾവേർട്ട് എന്താണ്, ബോക്സ് കൾവേർട്ട് ഉണ്ട്. ആ ബോക്സ് കൾവേർട്ട് എവിടെയൊക്കെയാണ് കൊടുക്കാറ്? ബോക്സ് കൾവേർട്ട് നമ്മൾ യൂഷ്വലി അപ്ലൈ ചെയ്യുന്നത് എന്താണ്, ഹൈ ഡെബ്രീസ് അല്ലെ, ഹൈ ഡെബ്രി ഫ്ലോ ഉള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ എന്താണ് നമ്മുടെ സോഫ്റ്റ് ഗ്രൗണ്ടിന്റെ കേസിൽ നമ്മൾ ഈ പറയുന്ന ബോക്സ് കൾവേർട്ട് ആണ്. അതുപോലെ തന്നെ സ്കൗറിങ് കൂടുതലുള്ള സ്ഥലങ്ങൾ അല്ലെ, സ്കൗറിങ് ഹൈ ആയിട്ടുള്ള സ്ഥലങ്ങൾ, ഡെബ്രി ഫ്ലോ കൂടുതലാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ സ്കൗറിങ്ങിനൊക്കെ ചാൻസ് കൂടുതലാണ് അല്ലെ. സോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ബോക്സ് കൾവേർട്ട് യൂസ് ചെയ്യാറ്. അപ്പൊ ഇവിടെ പറഞ്ഞ പോലെ എന്താണ് ഹൈ ഡിസ്ചാർജും അതുപോലെ എന്താണ് ലോ ഡെബ്രി ഫ്ലോ അല്ലെ, ഹൈ ഡിസ്ചാർജും അതുപോലെ എന്താണ് ലോ ഡെബ്രി ഫ്ലോ ഉള്ള ഏരിയയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്ന് സ്ലാബ് കൾവേർട്ട് ആണ്. അതുപോലെ രണ്ടാമത് നമ്മൾ പറയുന്നത് എന്താണ്, നമ്മുടെ ആർച്ച് കൾവേർട്ട് ആണ്. സോ രണ്ടാമത് നമ്മൾ പറയുന്നത് ആർച്ച് കൾവേർട്ട് ആണ്, റൈറ്റ്. സോ ഈ സ്ലാബ് കൾവേർട്ടും ആർച്ച് കൾവേർട്ടിന്റെയും കേസ് ഉണ്ട്. അതിൽ തന്നെ ഈ ആർച്ച് കൾവേർട്ടിന്റെ കേസ് ഒരു കാര്യം കൂടിയുണ്ട്, നമ്മൾ ഹൈ ഡിസ്ചാർജ് ആൻഡ് ലോ ഡെബ്രി മാത്രമല്ല എന്താണ് അവിടെ യൂഷ്വലി എന്താണ് ഹൈ ലോഡിങ് വരുന്ന കേസിൽ, ഹൈ ലോഡിങ്ങും കൂടി വരികയാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുക ആർച്ച് കൾവേർട്ട് ആണ്. അതുപോലെ എന്താണ് ഇവിടെ നമ്മൾ ഒരു ടൈപ്പ് ഓഫ് കൾവേർട്ടും കൂടി നമ്മൾ യൂഷ്വലി അറിഞ്ഞു വെക്കണം, എന്താണ് നമ്മൾ ഇന്ത്യൻ റെയിൽവേസ് അതായത് റെയിൽവേ കൾവേർട്സിന്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്, നമ്മൾ പറയുന്നത് എന്താണ്, നമ്മള് സ്റ്റീൽ ഗിർഡർ ആണ് അല്ലെ. സോ വി യൂസ് സ്റ്റീൽ ഗിർഡർ കൾവേർട്ട് ആണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യാറല്ലേ. സോ ഈ ഒരു കാര്യം കൂടി കൊടുത്തു. അതുകൂടാണ്ട് നമ്മൾ പൈപ്പ് കൾവേർട്ട് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്, ജസ്റ്റ് പൈപ്പ്സ് കൊടുക്കുന്നത് അല്ലെ, നമ്മൾ പ്രീകാസ്റ്റ് ആയിട്ടുള്ള പൈപ്പ് ഒക്കെ കൊടുക്കാറുണ്ട്. അത് ബേസ്ഡ് അപ്പോൺ ഡിസ്ചാർജും അതുപോലെ എന്താണ് നമ്മുടെ ആ നമ്പർ ഓഫ് പൈപ്പ് അല്ലെങ്കിൽ ഡയമീറ്റർ ഒക്കെ അവിടെ വേരിയേഷൻ ഒക്കെ വരാറുണ്ടെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക അല്ലെ. സോ യൂഷ്വലി ഒരു 1 മീറ്റർ മുതൽ ഈ പറഞ്ഞ സ്പാൻ 6 മീറ്റർ വരെ ഡയമീറ്റർ ഉള്ള പൈപ്പുകൾ വരെ നമ്മൾ ചില സ്ഥലങ്ങളിൽ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞ കൾവേർട്ടിന്റെ കേസ്. അപ്പൊ ഇവിടെ ക്വസ്റ്റൻ എന്താണ്, കൾവേർട്ട് സൂട്ടബിൾ ഇൻ ഹൈ ഡിസ്ചാർജ് ഏരിയ ആൻഡ് ലോ ഡെബ്രി ഫ്ലോ അല്ലെ. നമ്മൾ 2 കേസ് പറഞ്ഞു, സ്ലാബ് കൾവേർട്ടും അതുപോലെ ആർച്ച് കൾവേർട്ടിന്റെയും കേസ് പറഞ്ഞു. ഈ ക്വസ്റ്റനിൽ പക്ഷെങ്കിൽ എന്താണ്, നമുക്ക് ആർച്ച് കൾവേർട്ട് മാത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ. സോ അതുകൊണ്ട് ഇവിടെ നമ്മൾ ആൻസർ എന്തായാലും എ ആണ് നമ്മൾ ടിക്ക് ചെയ്യുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 പോവാം. എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ റിക്വയർമെന്റ്സ് ഓഫ് എ സൈറ്റ് ഫോർ ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ. അതായത് അലൈൻമെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ റിക്വയർമെന്റ് ഓഫ് എ സൈറ്റ് ഫോർ ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ അല്ലെ. സോ ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ ഏതൊക്കെയാണ് റിക്വയർമെന്റ്സ് ആണ് ക്വസ്റ്റൻ. അതിൻ്റെ അകത്ത് ഒരു 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിലെന്താണ് 1, 2, 3, 4 ആണോ, 1 and 2 ഓൺലി ആണോ, 1, 2 and 4 ആണോ, അല്ലെങ്കിൽ 1, 2 and 3 ആണോ അല്ലെ. സോ ആ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് നോക്കാം. എന്താണ്, ബ്രിഡ്ജ് സൈറ്റില് റീച്ച് ഓഫ് ദ സ്ട്രീം ഷുഡ് ബി സ്ട്രെയിറ്റ് അല്ലെ. സോ ബ്രിഡ്ജ് സൈറ്റിൽ എന്താണ്, റീച്ച് ഓഫ് ദ സ്ട്രീം സ്ട്രെയിറ്റ് ആവണമെന്നാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉള്ളത് അല്ലെ. അപ്പൊ നമ്മള് അലൈൻമെന്റിന്റെ കേസിൽ പറയുന്നതാണ് യൂഷ്വലി എന്താണ്, സ്ട്രെയിറ്റ് സെക്ഷൻ ആണെങ്കിൽ എന്താണ് അത് ഏറ്റവും ഐഡിയൽ ആണെന്ന് പറയും അല്ലെ. അതേസമയത്ത് കർവ്ഡ് ആണെങ്കിൽ എന്താ സംഭവിക്കുക, അതായത് ആ കർവ്ഡ് ആയിട്ടുള്ള ബ്രിഡ്ജ് ഒരു റിവർ സെക്ഷൻ ആണെങ്കിൽ അവിടെ എന്താണ് ആ ഒരു സൈഡിൽ നിന്ന് സ്കൗർ ഒക്കെ ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് റിവറിന്റെ കോഴ്സ് ഒക്കെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. സോ അതുകൊണ്ട് അവിടെ നമ്മൾ റിവർ ട്രെയിനിങ് വർക്ക്സ് ഒക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ടാവും. ഇൻ കേസ് നമുക്ക് ഇനി വേറൊരു അലൈൻമെന്റ് ഇല്ല, കർവിലേക്കൂടെ തന്നെ നമ്മൾ അലൈൻ ചെയ്ത് പറ്റൂ എന്നുള്ള രീതിയിലാണെങ്കിൽ ആ പറഞ്ഞ ഹൈ കോസ്റ്റ് ഒക്കെ അവിടെ ഇൻകർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് എന്താണ് ഈ പറഞ്ഞല്ലോ റിവറിനെ എപ്പോഴും ആ ഒരു കോഴ്സിലേക്കൂടെ ഫ്ലോ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ റിവർ ട്രെയിനിങ് വർക്ക്സ് ഒക്കെ അവിടെ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ടാവും അല്ലെ. സോ അതുകൊണ്ട് നമ്മൾ യൂഷ്വലി എന്താണ് ഒരു സ്ട്രെയിറ്റ് സെക്ഷനിൽ ആണ് ബ്രിഡ്ജ് പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ അവിടെ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ അത്ര അധികം ഉണ്ടാവുന്നതല്ല അല്ലെ. സോ അതുകൊണ്ട് നമ്മൾ യൂഷ്വലി ഐഡിയൽ സൈറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് എന്താണ്, റീച്ച് ഓഫ് ദ സ്ട്രീം ഷുഡ് ബി സ്ട്രെയിറ്റ് അല്ലെ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. അതുപോലെ എന്താണ്, സ്ട്രോങ് ജിയോളജിക്കലി ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് അബട്ട്മെന്റ് ആൻഡ് പിയർ അല്ലെ. അത് നമ്മുടെ സിവിൽ എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റിച്ചാൽ പിന്നെ നമ്മൾ ഈ പരിപാടി നിർത്തുന്നതാണ് നല്ലത് അല്ലെ. അപ്പൊ അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കേസാണ്. എന്താണ്, ഒരു എന്ത് സാധനം കൺസ്ട്രക്ട് ചെയ്യാനാണെങ്കിലും എന്താണ് നമ്മുടെ ജിയോളജിക്കലി എന്താണ് കൺസ്ട്രക്ഷൻ അല്ലെ, നമ്മുടെ ജിയോളജിക്കൽ ഏരിയ എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് അവിടെ ഈസിലി അല്ലെ അത്രയും ലോഡ് അവിടെ എടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. സോ അതുകൊണ്ട്
ജിയോളജിക്കലി സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഏറ്റവും സ്യൂട്ടഡ് ആയിട്ട് നമ്മൾ പറയാം അല്ലെ, കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഏറ്റവും സൂട്ടബിൾ ആയിട്ട് പറയുന്നത് സ്ട്രോങ് ജിയോളജിക്കലി അല്ലെ, ആ റോക്സ് ഒക്കെ സ്ട്രോങ് ആയിരിക്കണം നമ്മൾ പറയും അല്ലെ. സോ അതുകൊണ്ട് 2 കറക്റ്റ് ആണ്. 3 എന്താണ്, സ്ട്രീം ഷുഡ് ബി നാരോ വിത്ത് വെൽ ഡിഫൈൻഡ് ബാങ്ക് അല്ലെ. സോ സ്ട്രീം ഷുഡ് ബി നാരോ വിത്ത് വെൽ ഡിഫൈൻഡ് ബാങ്ക്. അതിന്റെ അർത്ഥം എന്താണ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ആ ഒരു നാരോ സെക്ഷൻ. അതേ സമയത്ത് വൈഡ് ആണെങ്കിൽ എന്താ സംഭവിക്കുക, അവിടെ ഒരു ലെങ്ത് ഓഫ് ബ്രിഡ്ജ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്താണ്, അവിടെ പിയേഴ്സ്, അതുപോലെ എന്താണ് പിയേഴ്സിന്റെ എണ്ണം കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്ന ഫൗണ്ടേഷന്റെ ഒക്കെ കൺസ്ട്രക്ഷൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവിടെ കോസ്റ്റ് ഒക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. സോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ വരാൻ ചാൻസ് ഉണ്ട് അല്ലെ. സോ അതുകൊണ്ട് യൂഷ്വലി നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയുന്നതാണ് സ്ട്രീം ഷുഡ് ബി നാരോ വിത്ത് വെൽ ഡിഫൈൻഡ് ബാങ്ക്. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് 3 കറക്റ്റ് ആണ്. ഇനി എന്താണ്, സൈറ്റ് വേൾഡ്സ് ആൻഡ് ക്രോസ് കറന്റ് ഷുഡ് ബി മാക്സിമം എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ഈ പറഞ്ഞ എന്താണ്, സൈറ്റിൽ എന്താണ് വേളും അതുപോലെ ക്രോസ്, അതായത് ചുഴികളും അതുപോലെ അടിയൊഴുക്കൊക്കെ മാക്സിമം ആണെന്ന് പറയുന്നു. സോ നമുക്കറിയാം എന്താണ്, അങ്ങനത്തെ കേസിൽ എന്താണ് അവിടെ സ്കോറിംഗ് ഒക്കെ അല്ലെ, ആ ഒരു സെഡിമെന്റ്സ് ഒക്കെ ക്യാരി ചെയ്ത് അവിടെ മൊത്തം എന്താണ് ആ ഒരു ഏരിയയിൽ എന്താണ് ആ ഇറോസീവ് പ്രോസസ് ഒക്കെ കുറച്ച് കൂടുതലായിട്ട് നടക്കാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് എന്താണ് നമ്മുടെ ഫൗണ്ടേഷൻ അതുപോലെ അബട്ട്മെന്റ്സ് ഒക്കെയുള്ള സ്ഥലങ്ങളിൽ എന്താണ് നമ്മുടെ ആ ഒരു എംബാങ്ക്മെന്റ് ഒക്കെ ഇറോഡ് ചെയ്ത് പോകാനും അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് ഒക്കെ ഇറോഡ് ചെയ്ത് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ ആ റിവറിന്റെ കോഴ്സ് ഒക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മള് അലൈൻമെന്റ് ഫിക്സ് ചെയ്യുമ്പോൾ പറയുന്ന കാര്യം എന്താണ്, സൈറ്റില് എന്താണ് വേൾഡ്സും ക്രോസ് കറന്റ് അധികം ഉണ്ടാവാൻ പാടില്ല, മിനിമം ആയിരിക്കണം എന്നാണ് പറയുന്നത് അല്ലെ. സോ അതുകൊണ്ട് ഈ 4th സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് അവിടെ റോങ് വരിക. 1, 2 and 3 ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6 എന്താണ്, അലൈൻമെന്റ് വെൻ ദ ബ്രിഡ്ജ് ആൻഡ് റിവർ ഡു നോട്ട് ക്രോസ് അറ്റ് റൈറ്റ് ആംഗിൾ. അതായത് നമ്മൾ നേരത്തെ ജസ്റ്റ് പറഞ്ഞതാണ്, യൂഷ്വലി എന്താണ് സ്ട്രെയിറ്റ് റീച്ചസിൽ നമ്മൾ റിവർ ബ്രിഡ്ജ് കൊടുക്കുകയാണ്. അവിടെ എന്താണ് സ്ട്രെയിറ്റില് നമ്മൾ യൂഷ്വലി ഒരു 90 ഡിഗ്രി ഇൻക്ലിനേഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ പറയും സ്ട്രെയിറ്റ് ഓർ സ്ക്വയർ. സ്ട്രെയിറ്റ് ബ്രിഡ്ജ് അല്ലെങ്കിൽ എന്താണ് സ്ക്വയർ ബ്രിഡ്ജ് എന്ന് പറയുന്നു. അതുപോലെ എന്താണ് യൂഷ്വലി എന്താണ് നമ്മൾ പറയുന്ന ഒരു ഇൻക്ലിനേഷൻ അല്ലെ. സോ ഒരു ആംഗിളിലാണ് നമ്മുടെ ബ്രിഡ്ജ് പോകുന്നത്, അത് നമ്മൾ സ്ക്യൂ ബ്രിഡ്ജ് എന്നാണ് പറയാം. സോ ദാറ്റ് ഈസ് സ്ക്യൂ ബ്രിഡ്ജ് അല്ലെ. സോ ആ ഒരു പേരും കൂടി ഓർത്ത് വെക്കുക. എന്താണ് നമ്മൾ പറയുന്ന ക്ലാസിഫിക്കേഷനിൽ പഠിച്ചൊരു കാര്യമാണ് അല്ലെ, അലൈൻമെന്റിന്റെ അകത്ത് നമ്മൾ അതുപോലെ ക്ലാസിഫിക്കേഷനിൽ പഠിക്കുന്ന കാര്യമാണ്. അതായത് എന്താണ് 90 ഡിഗ്രി ആണ് ആംഗിൾ മേക്കുന്നത്, അത് നമ്മൾ സ്ട്രെയിറ്റ് അല്ലെങ്കിൽ സ്ക്വയർ ബ്രിഡ്ജ് എന്ന് പറയുന്നു. അതേസമയത്ത് ഇൻക്ലിനേഷനിലാണെങ്കിൽ നമ്മൾ അതിന് എന്താണ് സ്ക്യൂ ബ്രിഡ്ജുകൾ എന്ന് പറയുന്നത് അല്ലെ. സോ അതാണ് നമ്മൾ പറയുന്ന നെക്സ്റ്റ് കാര്യം. ക്വസ്റ്റ്യൻ നമ്പർ 6 പറഞ്ഞ അതുപോലെ ക്ലാസിഫിക്കേഷന്റെ കുറച്ച് 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. എന്താണ്, ലോങ് സ്പാൻ ബ്രിഡ്ജ് ഹാസ് എ ലെങ്ത് ഓഫ്. ലോങ് സ്പാൻ ബ്രിഡ്ജിന്റെ ലെങ്ത് ആണ് ഇവിടുത്തെ ഒരു ചർച്ചാ വിഷയം അല്ലെ. സോ ലോങ് സ്പാൻ ബ്രിഡ്ജ് എന്താണ്, ബ്രിഡ്ജസിന്റെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് അപ്പോൺ ദ സ്പാൻ ആണ്. സോ ഗ്രേറ്റർ ദാൻ 120 മീറ്റർ ആണെങ്കിൽ അത് നമ്മൾ എന്താണ് ലോങ് സ്പാൻ ബ്രിഡ്ജ് എന്ന് പറയുന്നു, ലോങ് സ്പാൻ ബ്രിഡ്ജ്. അതുപോലെ എന്താണ് 30 to 120 ആണെങ്കിൽ നമ്മൾ അതിന് മേജർ ബ്രിഡ്ജ് എന്ന് പറയുന്നു. അതുപോലെ എന്താണ് 6 to 30 ആണെങ്കിൽ നമ്മൾ അതിന് മൈനർ ബ്രിഡ്ജ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഇപ്പൊ പറഞ്ഞൊരു കാര്യം അല്ലെ, ലെസ് ദാൻ 6 മീറ്റർ ആണെങ്കിൽ അതിന് നമ്മൾ കൾവേർട്ടുകൾ എന്ന് പറയുന്നു. അതുപോലെ PSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ലെസ് ദാൻ 1 മീറ്റർ ആണെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് വെന്റ് വേസ് എന്നാണ്. സോ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്ത് വെക്കുക, വീണ്ടും അത് ചോദിക്കുകയാണെങ്കിൽ അല്ലെ. സോ ലെസ് ദാൻ 1 മീറ്റർ എന്ന് പറയുന്നത് എന്താണ് വെന്റ് വേസ് ആണ്. സോ ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. അപ്പൊ ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്, ലോങ് സ്പാൻ ബ്രിഡ്ജസ് ഹാസ് എ ലെങ്ത് ഓഫ് അല്ലെ. സോ അതുകൊണ്ട് അത് എത്രയാണ്, മോർ ദാൻ ഗ്രേറ്റർ ദാൻ 120 മീറ്റർ ആണ് നമ്മൾ പറയുന്ന ലോങ് സ്പാൻ ബ്രിഡ്ജിന്റെ അകത്ത് വരുന്ന ഒരു അല്ലെ ആ ഒരു സ്പാൻ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8 പോവാം. എന്താണ് സ്ലാബ് ബ്രിഡ്ജ്. സോ സ്ലാബ് ബ്രിഡ്ജ് എന്താണ്, സ്ലാബ് ബ്രിഡ്ജസ് ആർ യൂസ് ടു എ മാക്സിമം സ്പാൻ ഓഫ്. അതാണ് ക്വസ്റ്റ്യൻ 2023 വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ കേരള PSC ചോദിച്ചതാണ്. എന്താണ് സ്ലാബ് ബ്രിഡ്ജ്, ഇത് ബേസിക്കലി എന്താണ് സ്ലാബ് ബ്രിഡ്ജിന് ഏത് ടൈപ്പ് ഓഫ് ബ്രിഡ്ജ് ആണ് ചോദിക്കുകയാണെങ്കിൽ RCC ബ്രിഡ്ജ് ആണ് അല്ലെ. സോ RCC ബ്രിഡ്ജ് ആണ് ഈ പറയുന്ന സ്ലാബ് ബ്രിഡ്ജ്. സോ സ്ലാബ് ബ്രിഡ്ജ് നമ്മൾ യൂഷ്വലി എന്താണ്, സ്ലാബ് ബ്രിഡ്ജ് നമ്മൾ യൂഷ്വലി കൊടുക്കുന്നത് ഒരു പെഡസ്ട്രിയൻ ട്രാഫിക് അതല്ലെങ്കിൽ ഒരു ലൈറ്റ് ആയിട്ടുള്ള വെഹിക്കിൾസ്, ഒരു ചെറിയ വെയിറ്റ് ഒക്കെ ക്യാരി ചെയ്യുന്ന വെഹിക്കിൾസ് ഒക്കെ മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ബ്രിഡ്ജാണ് ഈ പറയുന്ന സ്ലാബ് ബ്രിഡ്ജ്. അതിൽ സ്പാൻ എന്ന് പറയുന്നതാണ് ലെസ് ദാൻ 9, മാക്സിമം സ്പാൻ 9 മീറ്റർ ആണ് പറയുന്നത്. അതുപോലെ നമ്മൾ എന്താണ് TB മാൻഡ് സ്ലാബ് ബ്രിഡ്ജ് പറയാറുണ്ട്, TB മാൻഡ് സ്ലാബ് ബ്രിഡ്ജ് നമ്മൾ പറയാറുണ്ട്. അതിൽ നമ്മൾ പറയുന്നത് ലെസ് ദാൻ 20 മീറ്റർ ആണ്. അതുപോലെ തന്നെ RCC റിജിഡ് ബ്രിഡ്ജ്, അതായത് നമ്മൾ യൂഷ്വലി നമ്മുടെ എന്താണ് റെയിൽ റോഡ് ക്രോസിംഗ് അല്ലെ, റോഡ് അടിയിലേക്കൂടെ പോവുക അല്ലെങ്കിൽ അതുപോലെ റെയിൽവേ മേലിലേക്കൂടെ ഒക്കെ പോകുന്ന സിറ്റുവേഷനിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ബ്രിഡ്ജാണ് ഈ പറയുന്ന എന്താണ് RCC റിജിഡ് ബ്രിഡ്ജ്. അവിടെയും നമ്മൾ പറയുന്ന സ്പാൻ എത്രയാണ്, ലെസ് ദാൻ 20 മീറ്റേഴ്സ് ആണ്. അതുപോലെ നമ്മൾ ഡബിൾ കാൻഡിലീവർ ബ്രിഡ്ജ് അല്ലെ, ഡബിൾ കാൻഡിലീവർ ബ്രിഡ്ജ് പറയാറുണ്ട്. ആ കേസിൽ
ലെസ് ദാൻ 70 meters ആണ് നമ്മുടെ സ്പാൻ. മാക്സിമം സ്പാൻ 70 meters ആണ്. ഈ ഡബിൾ കാൻഡിലിവർ ബ്രിഡ്ജിനെ തന്നെയാണ് നമ്മൾ എന്താണ് ബാലൻസ്ഡ് കാൻഡിലിവർ ബ്രിഡ്ജ് എന്നൊക്കെ പറയാറ് അല്ലെ. അതായത് നമ്മൾ കാൻഡിലിവർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സൈഡിലുള്ള ആ ഒരു എന്താണ് ഹാങ്ങിങ് പ്രൊജക്ഷൻ ആണ് അല്ലെ. ആ രണ്ട് സൈഡിലേക്കും വന്നാൽ എന്താണ് ഡബിൾ ആയി അല്ലെ. സോ ഡബിൾ കാൻഡിലിവർ അല്ലെങ്കിൽ എന്താണ് ആ ഒരു ബാലൻസ്ഡ് ആയിട്ട് തോന്നുന്നത് കൊണ്ട് അല്ലെ, ആ ഫിഗറിൽ അങ്ങനെ തോന്നുന്നതുകൊണ്ട് അത് നമ്മൾ ബാലൻസ്ഡ് കാൻഡിലിവർ ബ്രിഡ്ജ് എന്ന് കൂടി പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഒരു ബ്രിഡ്ജാണ് RCC ബ്രിഡ്ജാണ് എന്താണ് ബോസ്ട്രിംഗ് ബ്രിഡ്ജ്. സോ ബോസ്ട്രിംഗ് ബ്രിഡ്ജിന്റെ കേസിൽ നമ്മൾ പറയുന്നത് മാക്സിമം സ്പാൻ ഈസ് 100 meters ആണ്. സോ അല്ലെ ആ ഒരു ഈ ഒരു ഷേപ്പിൽ നമ്മൾ പറയുന്ന ആ ഒരു ബ്രിഡ്ജ് അല്ലെ, നമ്മൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുള്ള ആ ഒരു ബ്രിഡ്ജാണ് അത് ബോസ്ട്രിംഗ് ബ്രിഡ്ജ്. അത് ലെസ് ദാൻ 100 meters ആണ് നമ്മൾ സ്പാൻ വരുന്നത്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? സ്ലാബ് ബ്രിഡ്ജസ് ആർ യൂസ് ടു എ മാക്സിമം സ്പാൻ ഓഫ് 9 meters. സോ 9 meters ആണ് നമ്മൾ പറയുന്ന ആ ഒരു മാക്സിമം സ്പാൻ. ഇനി അടുത്ത ക്ലാസിഫിക്കേഷന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്താണ്? ലോഡിംഗ് ഈസ് ടു ബി നോർമലി അഡോപ്റ്റഡ് ഫോർ ടിംബർ ബ്രിഡ്ജ് അല്ലെ. സോ ടിംബർ ബ്രിഡ്ജിന്റെ കേസിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ആ ഒരു എന്താണ് ആ ഒരു ലോഡിംഗ് ഏതാണെന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ അല്ലെ. സോ ഇവിടെ പറയുന്ന കാര്യം എന്താണ്? IRC ക്ലാസ് A ലോഡിംഗ്, IRC ക്ലാസ് AA ലോഡിംഗ്, IRC ക്ലാസ് 70R ലോഡിംഗ്, അതുപോലെ IRC ക്ലാസ് B ലോഡിംഗ് ഒക്കെയാണ് പറഞ്ഞത് അല്ലെ. സോ ഇവിടെ എന്താണ് നമ്മൾ ബ്രിഡ്ജിന്റെ ക്ലാസിഫിക്കേഷന്റെ കേസിൽ പറയുന്ന അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് അപ്പോൺ ദ ലോഡിംഗ് അല്ലെ. സോ നമ്മൾ എന്താണ് പറയാറ്? അതായത് ക്ലാസ് AA ലോഡിംഗിന്റെ കേസിൽ എന്താണ് നമ്മൾ NHൽ വരുന്ന ബ്രിഡ്ജസ്, അതുപോലെ സ്റ്റേറ്റ് ഹൈവേസിൽ വരുന്ന ബ്രിഡ്ജസ്, അതുപോലെ എന്താണ് മുനിസിപ്പൽ ഏരിയാസ് അല്ലെ. സോ മുനിസിപ്പൽ ഏരിയാസ് അവിടെയൊക്കെ വരുന്ന ബ്രിഡ്ജസ് ആണ് നമ്മൾ യൂഷ്വലി ഈ പറയുന്ന ക്ലാസ് AA ബ്രിഡ്ജസിന്റെ കൂട്ടത്തിൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാറ്. അതുപോലെ ക്ലാസ് A ബ്രിഡ്ജിന്റെ കേസിൽ എന്താണ് ബാക്കിയുള്ള സ്ഥലങ്ങൾ അല്ലെ. സോ ബ്രിഡ്ജ് എന്താണ് ബ്രിഡ്ജസ് ഇൻ ഏരിയാസ് അതർ ദാൻ അബവ്, ബ്രിഡ്ജസ് ഇൻ ഏരിയ അതർ ദാൻ അബവ് ആണ് നമ്മൾ യൂഷ്വലി ഈ പറയുന്ന എന്താണ് ക്ലാസ് A അല്ലെ. ക്ലാസ് Aനകത്ത് NHS മുനിസിപ്പൽ ഏരിയാസ് അതുപോലെ ഇൻഡസ്ട്രിയൽ ഏരിയാസ് ഒക്കെ വരികയാണെങ്കിൽ അത് ക്ലാസ് AA ലോഡിംഗ് ആണ്. അതുപോലെ ക്ലാസ് Aന്റെ കേസിൽ എന്താണ് ബ്രിഡ്ജസ് ഇൻ ഏരിയാസ് അതർ ദാൻ ദി അബവ്. അതുപോലെ എന്താണ് ഇത് രണ്ടും നമ്മൾ പറയുന്നത് പെർമനന്റ് ബ്രിഡ്ജസിന്റെ കേസിലാണ്. സോ പെർമനന്റ് ബ്രിഡ്ജസിന്റെ കേസിലാണ് നമ്മൾ ഈ പറയുന്ന ക്ലാസ് AA ലോഡിങ്ങും അതുപോലെ തന്നെ ക്ലാസ് A ലോഡിങ്ങും പറയാറ്. ഇനി എന്താണ് ടെമ്പററി ബ്രിഡ്ജസിന്റെ കേസിൽ നമ്മൾ പറയുന്ന ടൈപ്പ് ഓഫ് ലോഡിംഗ് ആണ്. ടെമ്പററി ബ്രിഡ്ജസിന്റെ കേസിൽ നമ്മൾ പറയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ലോഡിംഗ് ആണ് ക്ലാസ് B ലോഡിംഗ്. അതായത് യൂഷ്വലി എന്താണ് ഈ പറയുന്ന ടിംബർ ബ്രിഡ്ജസ് ഒക്കെ അല്ലെ. സോ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയാം ടിംബർ ബ്രിഡ്ജ് ഒക്കെയാണ് ടെമ്പററി ആയിട്ട് നമ്മൾ പറയുന്ന ബ്രിഡ്ജസ്. സോ ആ കേസിൽ നമ്മൾ പറയാം എന്താണ് ക്ലാസ് B ലോഡിംഗ് ആണ്. സോ ഈ ക്വസ്റ്റനിൽ എന്താണ് ഈ ക്വസ്റ്റനിൽ ചോദിച്ച കാര്യം ലോഡിംഗ് ടു ബി നോർമലി അഡോപ്റ്റഡ് ഫോർ എ ടിംബർ ബ്രിഡ്ജ്. ടിംബർ ബ്രിഡ്ജിന്റെ കേസ് നമ്മളപ്പോൾ എന്താണ് പറയുന്നത് ടെമ്പററി ബ്രിഡ്ജ് ആണ്. അതുകൊണ്ട് IRC ക്ലാസ് B ലോഡിംഗ് അല്ലെ. ഇനി അവിടെ IRC ക്ലാസ് 70R ലോഡിങ്ങിന്റെ കേസ് ഉണ്ട് അല്ലെ. IRC ക്ലാസ് 70R ലോഡിംഗ് എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റൻ അവിടെ ഉണ്ട്. സോ അതിന്റെ കേസ് എന്താണ് ഈ 70R ലോഡിംഗ് എന്ന് പറയുന്നത് 70R എന്ന് പറയുന്നത് റിവൈസ്ഡ് ആണ്. അതായത് നമ്മൾ ഈ പറയുന്ന എന്താണ് ക്ലാസ് AA ലോഡിങ്ങിന്റെ ആ സെയിം കണ്ടീഷൻസ് ഒക്കെ തന്നെയാണ്. ആ ഒരു വാല്യൂസിനൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നമ്മൾ പുതുതായിട്ട് ഉണ്ടാക്കിയ ഒരു ക്ലാസ് ഓഫ് ലോഡിംഗ് ആണ് ഈ പറയുന്ന 70R അല്ലെ. 70 റിവൈസ്ഡ്. അതിൽ ഈ 70 എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കുക എന്താണ് നമ്മുടെ ട്രാക്ക്ഡ് വെഹിക്കിൾ അല്ലെ. സോ ട്രാക്കിലേക്ക് കൂടിയൊക്കെ പോകുന്ന ആ വെഹിക്കിൾസിന്റെ ഒക്കെ എന്താണ് ഒരു മാക്സിമം ടണ്ണേജ് ആണ് നമ്മൾ പറയുന്നത് 70 ടൺസ്. അതുപോലെ വീൽഡ് വെഹിക്കിൾ ആണെങ്കിൽ നമ്മൾ അവിടെ പറയുന്നത് 40 ടൺസ് ആണ്. സോ ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. അതുപോലെ ക്ലാസിഫിക്കേഷൻ്റെ അകത്ത് നമ്മൾ യൂഷ്വലി പറയുന്ന വേറെ 1-2 ക്ലാസിഫിക്കേഷൻ കൂടി ഉണ്ടല്ലോ. നമ്മൾ ബേസ്ഡ് അപ്പോൺ ദ ബ്രിഡ്ജ് ഫ്ലോറിംഗ്, അതായത് ബ്രിഡ്ജ് ഫ്ലോറിംഗ് ഏറ്റവും ടോപ്പിലാണ്. നമ്മുടെ സൂപ്പർ സ്ട്രക്ചർ ഏറ്റവും ടോപ്പിലാണെങ്കിൽ നമ്മൾ അതിന് ഡെക്ക് ബ്രിഡ്ജ് എന്ന് പറയും. അതുപോലെ എന്താണ് ബ്രിഡ്ജ് ഫ്ലോറിംഗ് സൂപ്പർ സ്ട്രക്ചറിന്റെ ബോട്ടത്തിലാണെങ്കിൽ നമ്മൾ അതിന് ത്രൂ ബ്രിഡ്ജ് എന്ന് പറയുന്നു. അതുപോലെ ബോട്ടത്തിലും അല്ല ടോപ്പിൽ അതിന്റെ ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ നമ്മൾ അതിനെ സെമി ത്രൂ ബ്രിഡ്ജ് എന്ന് പറയുന്നു. അതുപോലെ അവിടെ വരുന്ന വേറൊരു ഇമ്പോർട്ടൻസ് സാധനമാണ് വയഡക്ട് എന്നൊക്കെ പറയുന്നത് അല്ലെ. അത് ഇപ്പൊ അടുത്ത കാലത്ത് നടന്ന ഒരു എക്സാമിന് ചോദിച്ചായിരുന്നു അല്ലെ. നമ്മൾ എന്താണ് ഒരു വാലിക്ക് അക്രോസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന എന്താണ് സ്മോൾ സ്പാൻസ് ഉള്ള കുറെ പിയേഴ്സ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ബ്രിഡ്ജിനാണ് നമ്മൾ വയഡക്ട് എന്നൊക്കെ പറയാറ് അല്ലെ. സോ ആ ഒരു കാര്യമൊക്കെ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്തെടുക്കുക അല്ലെ, ഒന്ന് പൊടിതട്ടി എടുക്കുക. നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാണ്. എന്താണ് പിയേഴ്സ് പ്രൊവൈഡഡ് വെൻ ദ ഗിർഡേഴ്സ് ആർ ക്ലോസ്ലി സ്പേസ്ഡ്. അതായത് നമ്മൾ പറഞ്ഞ എന്താണ് നമ്മുടെ ലോഞ്ചിറ്റ്യൂണൽ ബീംസ് അല്ലെ. ആ ലോഞ്ചിറ്റ്യൂണൽ ബീംസ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ആ ഒരു ഐ സെക്ഷൻ ഗിർഡേഴ്സ് ഒക്കെ അല്ലെ. സോ അത് ക്ലോസ്ലി സ്പേസ്ഡ് ആണെങ്കിൽ, സോ ക്ലോസ്ലി സ്പേസ്ഡ് ആണ്. ഇത് അഗെയിൻ PSC 2023 ഏതോ ഒരു എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. സോ ക്ലോസ്ലി സ്പേസ്ഡ് ആണെങ്കിൽ അവിടെ വരുന്ന ആ ഒരു എന്താണ് ആ ഒരു ടൈപ്പ് ഓഫ് പിയർ ഏതാണ് അല്ലെ. സോ നമ്മൾ യൂഷ്വലി കൊടുക്കുന്ന എന്താണ് നമ്മൾ പറയാ എന്താണ് കോളം ബെൻഡ് ആണ്. സോ യൂഷ്വലി ആ കേസിൽ നമ്മൾ കൊടുക്കുന്ന ഒരു പിയർ എന്ന് പറയുന്നത് കോളം ബെൻഡ് ആണ് അല്ലെ.
സോ ഗിർഡേഴ്സ് ക്ലോസ്ലി സ്പേസ്ഡ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂണൽ ബീംസ് ക്ലോസ്ലി സ്പേസ്ഡ് ആവുന്ന കേസിൽ നമ്മൾ കൊടുക്കുന്ന സാധനം എന്താണ്? കോളം ബെൻഡ്. സോ അതുപോലെ നെക്സ്റ്റ് എന്താണ്? ഡംബൽ ഷേപ്ഡ് യൂഷ്വലി നമ്മൾ കൊടുക്കുക എന്താണ്? ട്വിൻ ഗിർഡേഴ്സ്. ട്വിൻ ഗിർഡേഴ്സിലേക്ക് കൂടിയാണ് നമ്മുടെ ലോഡിങ് പോകുന്നതെങ്കിൽ അല്ലെ. സോ യൂഷ്വലി ട്വിൻ ഗിർഡേഴ്സിന്റെ കേസ്, അതായത് എന്താണ്? 2 ഗിർഡേഴ്സ് അല്ലെ. സോ 2 ഗിർഡേഴ്സിന്റെ സോ ഈ കേസിൽ എന്താണ്? ഒരു ലാർജ് ക്രോസ് സെക്ഷൻ, അതുപോലെ ഇതിനെ കണക്ട് ചെയ്തിട്ട് ഒരു സ്മോൾ വൺ അല്ലെ. സോ ആ ഒരു ഡംബൽ ഷേപ്പിൽ വരുന്നതുകൊണ്ടാണ് നമ്മൾ യൂഷ്വലി ആ ഒരു ഡംബൽ ഷേപ്ഡ് എന്ന് പറയുന്നത്. സോ ഓർത്ത് വെക്കുക, ട്വിൻ ഗിർഡേഴ്സിന്റെ കേസിൽ നമ്മൾ യൂഷ്വലി പറയുന്നത്, ട്വിൻ ഗിർഡേഴ്സിന്റെ കേസിൽ നമ്മൾ പറയുന്നതാണ് ഡംബൽ ഷേപ്ഡ് എന്താണ്? പിയർ. അതുപോലെ സിലിണ്ട്രിക്കൽ പിയേഴ്സ് യൂഷ്വലി നമ്മൾ സ്റ്റീൽ കേസൺസിന്റെ ഭാഗമായിട്ട്, സ്റ്റീൽ കേസൺസ് അല്ലെങ്കിൽ ആ ഒരു സിലിണ്ട്രിക്കൽ ആയിട്ട് വരുന്ന ഒരു ഫൗണ്ടേഷൻ വരുന്ന കേസിൽ നമ്മൾ കൊടുക്കുന്ന ഒരു പിയർ ആണ് സിലിണ്ട്രിക്കൽ പിയർ അല്ലെ. സോ ആ ഒരു കാര്യമൊക്കെ ഓർത്ത് വെക്കുക. കോളം ബെൻഡ് ഈ പറഞ്ഞ എന്താണ്? ലോഞ്ചിറ്റ്യൂണൽ ബീംസ് അല്ലെങ്കിൽ ഗിർഡേഴ്സ് ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള സമയത്ത് കൊടുക്കുന്നതാണ്. അതുപോലെ എന്താണ്? ഡംബൽ ഷേപ്ഡ് യൂഷ്വലി ട്വിൻ ഗിർഡേഴ്സ് വരുന്ന സ്ഥലങ്ങളിൽ കൊടുക്കുന്നതാണ്. അതുപോലെ സിലിണ്ട്രിക്കൽ പിയേഴ്സ് എന്ന് പറയുന്നത് സ്റ്റീൽ കേസൺസിന്റെ കേസിൽ നമ്മൾ യൂഷ്വലി കൊടുക്കുന്ന ഒരു ഗിർഡർ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പൊ നമ്മൾ ഏകദേശം എന്താണ്? നമ്മൾ ഒരുമാതിരിപ്പെട്ട എല്ലാ ഏരിയാസും ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്ന് ഓർത്ത് വെക്കുക. നമുക്ക് ഉറപ്പായിട്ടും ആ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയ തന്നെ വരുന്ന പ്രതീക്ഷിക്കുക അല്ലെ. അപ്പൊ എന്തായാലും ആ ഒരു ബ്രിഡ്ജിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റട്ടെ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. സോ അതുകൊണ്ട് നിങ്ങൾ സിമ്പിൾ ആയിട്ട് അത് സ്കോർ ചെയ്യുക. അപ്പൊ നമ്മൾ എന്താണ്? അടുത്ത ട്രേസർ എക്സാം കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണല്ലോ അല്ലെ. നമ്മൾ ഒരു എക്സാം കഴിഞ്ഞു, എത്രത്തോളം നിങ്ങൾ കിട്ടുന്ന ഉറപ്പാണെങ്കിലും നമ്മൾ അടുത്ത റാങ്ക് ലിസ്റ്റ് വന്ന് എന്താണ്? റാങ്ക് ലിസ്റ്റിൽ നല്ല റാങ്ക് കിട്ടി ഒരു പോസ്റ്റിംഗ് ഓർഡർ കിട്ടുന്ന വരെ നിങ്ങൾ എക്സാംസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കുക. ചിലപ്പോൾ നല്ല ഓപ്ഷൻസ് അല്ലെങ്കിൽ നല്ല പോസ്റ്റുകൾ ചിലപ്പോൾ ഇനി ഇങ്ങനെ അതിന് ശേഷം കിട്ടുന്ന സാധനങ്ങളായിരിക്കും അല്ലെ. സോ അതുകൊണ്ട് ആ ഒരു നിങ്ങൾ ഓൾറെഡി ഒരു നല്ല ലെവൽ ഓഫ് പ്രിപ്പറേഷനിലെത്തി, അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് അതിനേക്കാളും നല്ലൊരു കാര്യത്തിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെ. സോ അതുകൊണ്ട് ആ ഒരു ജോലി കിട്ടുന്നവരെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ അടുത്ത ഒരു ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താണ്? നമ്മുടെ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2, അതുപോലെ ടൗൺ പ്ലാനിങ് സർവേയർ ഗ്രേഡ് 2 അല്ലെ. നമ്മുടെ ജനുവരി 7-ാം തീയതി നടക്കാനിരിക്കുന്ന എക്സാമിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്താണ്? നമ്മൾ ഈ പറയുന്ന ഒരു ലക്ഷ്യ ബാച്ച്, ആ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പൊ കറന്റ്ലി അതിന്റെ റണ്ണിങ് പ്രൈസ് 1499 ആണ് അല്ലെ. ആ 1499 ആണ്. സോ അതുകൊണ്ട് 1499 അത്രയാണ് നമ്മളെ ഒരു വളരെ അത്ര വലിയ ഒരു എമൗണ്ട് അല്ല. നമുക്കൊരു 2 months 2.5 months ഒക്കെ മിക്കവാറും ക്ലാസ് ഉണ്ടാവും അല്ലെ. സോ അതുകൊണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും അതുപോലെ ഡിസ്കഷൻസ് ഒക്കെയാണ് മെയിൻലി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ നിങ്ങൾ പല ആൾക്കാരും ജോയിൻ ചെയ്തിട്ടുണ്ടാവും. സോ നമ്മൾ മേജർലി ഉദ്ദേശിക്കുന്ന ആ രീതിയിലുള്ള ഒരു ബാച്ചാണ്. സോ നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്താണ്? നമ്മുടെ ആ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക അല്ലെ. ആ നമ്പർ അവിടെ ഉണ്ട് 9995100800 അല്ലെ. സോ ആ ഒരു 2 കാര്യമാണ് എൻ്റെ പിറകിലുള്ളത്. അതുകൊണ്ട് എന്താണ്? നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇതിലൊക്കെ ജോയിൻ ചെയ്യുക അല്ലെ. നമ്മുടെ പ്രിപ്പറേഷൻ ഒന്നും കൂടി ഒന്ന് ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് പോകട്ടെ. അപ്പം ട്രേസർ എക്സാമിന് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റിലേക്ക് നല്ല റാങ്കോടുകൂടി റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റട്ടെ. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു.